യുദ്ധം കൊണ്ട് ജയിക്കാൻ കഴിയാത്ത സ്ഥലമെന്ന് അർത്ഥം വരുന്ന നാട്. എന്നാൽ കാലാകാലങ്ങളായി മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ കലാഭൂമിയായി മാറിയ സ്ഥലം. വിശിഷ്ടമായ സാംസ്കാരിക നഗരി വെറുപ്പിൻ്റെയും സംഘർഷത്തിൻ്റെയും പ്രതീകമായി മാറിയ കഥ. അയോധ്യ തർക്കത്തിൻ്റെ നാൾവഴികൾ അറിയാം. ഹിന്ദുമത വിശ്വാസപ്രകാരം ത്രേതായുഗത്തിൽ കൗസല്യയുടെയും ദശരഥന്റെയും മകനായി ജനിച്ച മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. രാമായണം, മഹാഭാരതം തുടങ്ങിയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന അയോധ്യ രാമൻ ഉൾപ്പെടെയുള്ള ഇക്ഷ്വാകു രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. ഇത് ഇന്നത്തെ അയോധ്യ നഗരം തന്നെയാണ് എന്നതാണ് ഒരു വാദം. മറുവാദപ്രകാരം ഇതൊരു സാങ്കല്പിക നഗരമാണ്. ഈ വാദം പറയുന്നത് സാകേത എന്ന നഗരത്തെ ഏകദേശം 4ാം നൂറ്റാണ്ടിലോ 5ാം നൂറ്റാണ്ടിലോ ഗുപ്ത കാലഘട്ടത്തിൽ പുനർനാമകരണം ചെയ്താണ് ഇന്നത്തെ അയോധ്യ ഉണ്ടായതെന്നാണ്. കോസല രാജ്യത്തെ രാജാവെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ധനദേവൻ പുറത്തിറക്കിയ BC 1ാം നൂറ്റാണ്ടിലെ ഒരു ലിഖിതം ഇന്നത്തെ അയോധ്യയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നീടുള്ള പല ലിഖിതങ്ങളിലും അയോധ്യ നഗരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 1526 1ാം പാനിപ്പട്ട് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം 1528 അദ്ദേഹത്തിന്റെ ജനറൽമാരിൽ ഒരാളായ മിർബാഖി ബാബറി മസ്ജിദ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നു. 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേയറായിരുന്ന ഫ്രാൻസിസ് ബുക്കാനൻ ഈ വസ്തുത സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ലിഖിതം മസ്ജിദ് ചുവരുകളിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തു. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് രാമന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്ന് ഒരു പ്രാദേശിക വിശ്വാസമുണ്ടെന്നും അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ബാബർ തന്റെ ജീവിതം സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ ബാബർനാമ എന്ന ആത്മകഥയിൽ അയോധ്യയിൽ മസ്ജിദ് നിർമ്മിച്ചതിനെ കുറിച്ചോ ക്ഷേത്രം തകർത്തതിനെ കുറിച്ചോ പരാമർശമില്ല. 1528നും 1668നും ഇടയിൽ ഒരു ഗ്രന്ഥവും ഈ സ്ഥലത്ത് ഒരു പള്ളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. 1717 മുഗൾ കൊട്ടാരത്തിലെ പ്രമുഖനായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ ഈ ഭൂമി വാങ്ങിയതിൽ നിന്നാണ് പള്ളിയുടെ ആദ്യകാല ചരിത്രരേഖ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ രേഖകൾ പ്രകാരം ഇവിടെ പള്ളിയോട് സാമ്യമുള്ള ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സഹിബ ഐ ചെഹിൽ നസക് ബഹദൂർ ഷാഹി എന്ന പുസ്തകത്തിൽ മഥുര, ബനാറസ്, അവധ് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികൾ നിർമ്മിച്ചായി പരാമർശമുണ്ട്. പിൽക്കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ആരാധന നടത്തിയിരുന്നു. മുസ്ലിങ്ങൾ പള്ളിക്കുള്ളിലും ഹിന്ദുക്കൾ പള്ളിക്ക് പുറത്തും. 1855 അയോധ്യയിൽ ആദ്യമായി ആരാധനയെ ചൊല്ലി അക്രമ സംഭവങ്ങൾ നടന്നത്. അയോധ്യയിലെ ഹനുമാൻഗർഹി ക്ഷേത്രത്തിലെ വൈരാഗി വൈഷ്ണവർ അതിന് മുകളിൽ നിന്നിരുന്ന ഒരു പള്ളി തകർത്തുവെന്ന് ചില സുന്നി മുസ്ലിങ്ങൾ അവകാശപ്പെട്ടു. തുടർന്ന് പ്രദേശത്തെ മുസ്ലിങ്ങൾ ഹനുമാൻഗർഹി ആക്രമണം നടത്തി. പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ അവരെ പിന്തിരിപ്പിച്ച് പുറത്താക്കി. പിന്തിരിഞ്ഞ അവർ ഹനുമാൻഗർഹിയിൽ നിന്നും 1 കിലോമീറ്ററിൽ താഴെ മാത്രം അകലത്തുള്ള ബാബറി മസ്ജിദിൽ ഒളിച്ചു. ഇതറിഞ്ഞ ഹിന്ദുക്കൾ ബാബറി പള്ളി ആക്രമിച്ചു. അന്നു മുതൽ പ്രാദേശിക ഹിന്ദു ഗ്രൂപ്പുകൾ ഇടയ്ക്കിടെ ഈ സ്ഥലം കൈവശം വയ്ക്കണമെന്നും സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവയെല്ലാം ബ്രിട്ടീഷ് സർക്കാർ നിരസിച്ചു. 1857 ബ്രിട്ടീഷ് സർക്കാർ തുടർന്നുള്ള സംഘർഷങ്ങൾ തടയുന്നതിനായി 2 പ്രദേശങ്ങൾക്കിടയിൽ ഒരു റെയിലിംഗും സ്ഥാപിച്ചു. 1946 ഹിന്ദു മഹാസഭയുടെ ഒരു ശാഖയായ അഖില ഭാരതീയ രാമായണ മഹാസഭ ഈ സ്ഥലം കൈവശപ്പെടുത്തുന്നതിനായി ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. 1949 ഗോരഖ്നാഥ് മഠത്തിലെ സന്ത് ദിഗ്വിജയ്നാഥ് ABRMൽ ചേർന്ന് 9 ദിവസത്തെ തുടർച്ചയായ രാമചരിതമാനസ് പാരായണം സംഘടിപ്പിച്ചു. പാരായണത്തിന്റെ അവസാന ദിവസം ഹിന്ദു പ്രവർത്തകർ പള്ളിയിൽ അതിക്രമിച്ചു കയറി രാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ അകത്ത് വെച്ചു. ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും വിഗ്രഹങ്ങൾ നീക്കം ചെയ്യണമെന്ന് ശഠിച്ചു. എന്നാൽ അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പണ്ട് വിഗ്രഹങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായില്ല. 1950 CRPC 145 വകുപ്പ് പ്രകാരം സംസ്ഥാനം ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഹിന്ദുക്കൾക്ക് ഈ സ്ഥലത്ത് ആരാധന നൽകാൻ അനുമതി നൽകുകയും ചെയ്തു. 1964 വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചതോടെ ബാബറി മസ്ജിദ് സ്ഥലത്തിനായി പ്രക്ഷോഭം ശക്തമായി. 1950കളിലും 1960കളിലും നിയമ നടപടികൾ മാത്രമായി അയോധ്യ തർക്കം തുറന്നു. എന്നാൽ 1984 VHP അയോധ്യയിൽ ഘോഷയാത്ര നടത്തിയപ്പോൾ അയോധ്യ തർക്കത്തിന് പുതിയൊരു രൂപം ലഭിച്ചു. തുടർന്ന് ഹിന്ദുക്കൾക്കായി ഈ ക്ഷേത്രം വീണ്ടെടുക്കാൻ ഈ സ്ഥലത്ത് ഒരു രാമക്ഷേത്രം സ്ഥാപിക്കാനും അവർ ആഹ്വാനം ചെയ്തു. 1980 ജനസംഘത്തിൽ നിന്ന് രൂപീകരിച്ച ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രചാരണത്തിന്റെ രാഷ്ട്രീയ മുഖമായി മാറി. 1986 ഒരു ജില്ലാ ജഡ്ജി ബാബറി മസ്ജിദിന്റെ ഗേറ്റ്
ഗേറ്റുകൾ വീണ്ടും തുറക്കണമെന്നും ഹിന്ദുക്കൾക്ക് അകത്ത് ആരാധന നടത്താൻ അനുവാദം നൽകണമെന്നും വിധിച്ചു. 1990 സെപ്റ്റംബറിൽ BJP നേതാവ് LK അദ്വാനി ഈ നീക്കത്തിന് പിന്തുണ തേടാനായി അയോധ്യയിലേക്ക് ഒരു രഥയാത്ര ആരംഭിച്ചു. ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട സംഘപരിവാർ പ്രവർത്തകരായ കർസേവകർ അയോധ്യയിലെത്തി പള്ളി ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉത്തർപ്രദേശ് പോലീസ് അവരെ തടയുകയും വലിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇതിൽ നിരവധി കർസേവകർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി VP സിംഗ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ BJP പിൻവലിച്ചു. അങ്ങനെ VP സിംഗ് മന്ത്രിസഭ താഴെ വീണു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് നിയമസഭയിൽ BJP ഭൂരിപക്ഷം നേടി. ഒപ്പം ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. പിന്നീട് 1992 സെപ്റ്റംബർ 6 VHPയും BJPയും ചേർന്ന് ഒരു കൂറ്റൻ റാലി ബാബറി പള്ളിയുടെ സ്ഥലത്ത് സംഘടിപ്പിച്ചു. അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി BJP നേതാക്കളുടെ തീപ്പൊരി പ്രസംഗങ്ങൾ പ്രവർത്തകരെ ആവേശത്തിലാക്കി. ഉച്ചയോടെ പോലീസ് ബാരിക്കേഡുകൾ പോലും തകർത്ത് അവർ പള്ളിക്കുള്ളിലേക്ക് ഇഴച്ചു കയറി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് മസ്ജിദ് പൊളിക്കാൻ തുടങ്ങി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മസ്ജിദ് നിലംപൊത്തി. മസ്ജിദിന് കേടുപാടുകൾ വരുത്തില്ലെന്ന് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായിട്ടും ഇത് സംഭവിച്ചു. തകർച്ചയെ തുടർന്നുണ്ടായ കലാപത്തിൽ 2000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 1992 ഡിസംബർ 16 ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ലിബർഹാൻ കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കമ്മീഷനായിരുന്നു ഇത്. BJP നേതാക്കളായ അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗ്, പ്രമോദ് മഹാജൻ, ഉമാഭാരതി എന്നിവരും VHP നേതാക്കളും ശിവസേന തലവൻ ബാൽ താക്കറെ, മുൻ RSS നേതാവ് KN ഗോവിന്ദാചാര്യ ഉൾപ്പെടെ നിരവധി പേർ ഇതിൽ കുറ്റക്കാരാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. നിരവധി ദൃക്സാക്ഷികളുടെ മൊഴികളെ ആശ്രയിച്ച് ഈ നേതാക്കളിൽ പലരും റാലിയിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്നും അത് ബാബറി പള്ളി തകർക്കാൻ പ്രകോപിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനെ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ വീണ്ടും വർഷങ്ങളോളം തുടർന്നു. മസ്ജിദ് തകർത്തതിന്റെ 10ാം വാർഷികത്തോടടുപ്പിച്ച് 2002 ഫെബ്രുവരിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ആയിരക്കണക്കിന് കർസേവകർ പൂർണ്ണാഹൂതി മഹായജ്ഞം എന്ന പേരിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഫെബ്രുവരി 25-ന് തീർത്ഥാടകരും കർസേവരും ചേർന്ന 1700 പേർ അഹമ്മദാബാദിലേക്ക് തിരികെ പോകുന്ന സബർമതി എക്സ്പ്രസിൽ കയറി. 2002 ഫെബ്രുവരി 27-ന് തീവണ്ടി ഗുജറാത്തിലെ ഗോത്രയിൽ ഏകദേശം 4 മണിക്കൂർ വൈകി 7:43 സ്റ്റോപ്പ് ചെയ്തു. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ആരോ എമർജൻസി ബ്രേക്ക് വലിച്ചു. ട്രെയിൻ സിഗ്നൽ പോയിന്റിന് സമീപം നിർത്തി. ദൃക്സാക്ഷി വിവരണം അനുസരിച്ച് 2000-ഓളം വരുന്ന ജനക്കൂട്ടം ട്രെയിൻ ആക്രമിച്ചു. കല്ലേറിന് ശേഷം ട്രെയിനിന്റെ 4 കോച്ചുകൾക്ക് തീപിടിച്ചു. നിരവധി ആളുകൾ ഉള്ളിൽ കുടുങ്ങി. 27 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 59 പേർ പൊള്ളലേറ്റ് മരിക്കുകയും 48 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2008 സെപ്റ്റംബറിൽ നാനാവതി മേത്ത കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പ്രകാരം സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ച് കത്തിച്ചത് മുൻകൂട്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു അത്രേ. ഇതിനെ തുടർന്ന് രാജ്യത്ത് വീണ്ടും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടായി. 2003 കോടതി ഉത്തരവ് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സ്ഥലത്ത് ശ്രീരാമന്റെ ഒരു ക്ഷേത്രം നിലവിലുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഒരു സർവേ ആരംഭിച്ചു. മസ്ജിദിന് താഴെ ഒരു ക്ഷേത്രം നിലവിലുണ്ടായിരുന്നുവെന്ന് സർവേ കണ്ടെത്തി. എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾ ഇതിനെ എതിർത്തു. 2010 സെപ്റ്റംബർ 30-ന് അലഹബാദ് ഹൈക്കോടതിയുടെ 3-അംഗ ബെഞ്ച് തർക്കഭൂമി 3ആയി വിഭജിക്കാൻ വിധി പുറപ്പെടുവിച്ചു. ഇതുപ്രകാരം രാംലല്ല പ്രതിമ സ്ഥാപിച്ച സ്ഥലം രാംലല്ല വിരാജ്മാനെ പ്രതിനിധീകരിക്കുന്നവർക്കും സീതാ റസോയും റാം ചബുത്താരെയും നിർമോഹി അഖാരയ്ക്കും ബാക്കിയുള്ളവ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡിനും ലഭിക്കും. 3 മാസത്തേക്ക് തൽസ്ഥിതി തുടരണമെന്നും കോടതി വിധിച്ചു. വിഭജനത്തിനെ തുടർന്ന് 3 കക്ഷികളും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. 2019 ഓഗസ്റ്റ് 6 മുതൽ 2019 ഒക്ടോബർ 16 വരെ സുപ്രീം കോടതി കേസിന്റെ അന്തിമവാദം നടത്തി. ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ ഭൂമി ട്രസ്റ്റിന് കൈമാറാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് മസ്ജിദ് നിർമ്മിക്കുന്നതിന് 5 ഏക്കർ ഭൂമി പകരം നൽകാൻ സർക്കാരിനോട് ഉത്തരവിട്ടു. നിർമോഹിയാകാര രാംലല്ലയുടെ സംരക്ഷകർ അല്ലെന്നും കോടതി വിധിയിൽ പറഞ്ഞു. വിധി പുനഃപരിശോധിക്കണമെന്ന 18 ഹർജികളും 2018 ഡിസംബർ 12-ന് സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. 2020 ഫെബ്രുവരി 5-ന് അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതുപ്രകാരം ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചു. ഒപ്പം തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന് പകരം മറ്റൊരു മസ്ജിദ് നിർമ്മിക്കാൻ അയോധ്യയിലെ ധനിപ്പൂരിൽ ഒരു ബദൽ സ്ഥലവും അനുവദിച്ചു. 2020 മാർച്ചിൽ ശ്രീരാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചു. തുടർന്ന് 2020 ഓഗസ്റ്റ് 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ഭൂമി പൂജ നിർവഹിച്ചു. ക്ഷേത്രത്തിന് 250 അടി വീതിയും 380 അടി നീളവും 161 അടി ഉയരവും ഉണ്ടായിരിക്കും. രാജസ്ഥാനിലെ വാൻസിയിൽ നിന്നുള്ള 6 ലക്ഷം ക്യൂബിക് അടി കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. ക്ഷേത്ര നിർമ്മാണത്തിൽ ഇരുമ്പിന്റെ ഉപയോഗം ഉണ്ടാകില്ല. പൂർത്തിയായാൽ ക്ഷേത്ര സമുച്ചയം ലോകത്തിലെ 3ാമത്തെ വലിയ ഹിന്ദു ക്ഷേത്രമാകും. ഗർഭഗൃഹത്തിൽ ശ്രീരാമ വിഗ്രഹം സ്ഥാപിക്കുന്നത് 2024 ജനുവരി 22 നടക്കുന്നതോടെ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. അവരവരുടെ വിശ്വാസങ്ങൾക്കും ചരിത്രത്തിനും വേണ്ടി പോരാടുന്ന അയോധ്യയുടെ കഥ ഇന്ത്യയുടെ സാംസ്കാരിക മത ചരിത്രഘടനയിൽ പ്രതിധ്വനികൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചരിത്രവും വിശ്വാസങ്ങളും ചിലപ്പോൾ ഒരുപാട് വേദനയും വിഭജനവും ഉണ്ടാക്കുമെന്ന് അയോധ്യ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.